ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവർ അറിയിക്കുന്നത് ഞാനാണ്. അല്ലാതെ പി ടി തോമസ് ഒന്നുമല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് പി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴോ ദിലീപും അല്ല ഈ പൾസർ സുനി മാർട്ടിനും ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരെന്നല്ലേ നിങ്ങൾക്കറിയണത്. അതിലെ പങ്കാളി ആരാണെന്ന് അറിയാമോ? 2017 നടി ആക്രമിക്കപ്പെട്ട കേസിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് നാളുകളായിട്ട് നിരന്തരം ഇങ്ങനെ വീഡിയോസ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ കടന്ന് ചുമ്മാ വീഡിയോ ചെയ്യും, കുറച്ച് ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ എത്തിക്കാം. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം സത്യങ്ങളും കാര്യങ്ങളും യാഥാർത്ഥ്യം ഇന്നത്തെ ഈ യൂണിവേഴ്സിൽ എന്താണ് നടന്നത് എന്നുള്ള കുറച്ച് ഐഡിയ കിട്ടുമെന്ന് മാത്രം ഉള്ളതല്ലാതെ ഈ ഒരു ഈ കേസ് റീഓപ്പൺ ചെയ്ത് CBI-ലോട്ടോ മറ്റോ അന്വേഷണം വഴിതിരിച്ചു മാറി ആദ്യം തൊട്ടേ ഒരു അന്വേഷണം വന്നില്ലെങ്കിൽ ഇതിങ്ങനെ സ്ഥിരം ഇങ്ങനെ പല്ലവി പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിന് എന്നും ഒരു കുറ്റക്കാരൻ ദിലീപ് കുറ്റക്കാരനായിരുന്നു, എന്നിട്ട് ഇദ്ദേഹത്തിനെ കോടതി വെറുതെ വിട്ടു എന്നുള്ള ഒരു അലിഗേഷൻ എന്നും ഇങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളോ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഈ ഒരു കേസ് എന്ന് പറഞ്ഞത് വളരെ വിചിത്രമായ കേസാണ്. നമുക്കറിയാം, നമ്മൾ ക്രൈം ഫയൽ മൂവീസ് അങ്ങനെയുള്ള നമ്മൾ ഈ ക്രൈം കാര്യങ്ങൾ, ഈ ഊടായ്പ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഈ സിനിമാ മേഖലയാണ്, സിനിമയാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ സിനിമ കണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും പ്രണയരംഗങ്ങളും ഊടായ്പ തരങ്ങള്, പിന്നെന്താണ് കൊലപാതക ചിത്രങ്ങള്, ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസ്, ഇങ്ങനെ തുടങ്ങി നമ്മളെല്ലാം ആരാണ് ഒരു സംവിധായകന്റെ കഴിവും, അതായത് നമ്മുടെ തിരക്കഥ എഴുതുന്ന അങ്ങനെയുള്ളവരുടെ കഴിവ്, അവരുടെ തൂലിക, അവരുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഓരോ ഐഡിയകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് നമ്മൾ കണ്ട മൂവീസിനൊക്കെ കണക്ട് ചെയ്താണ് നമ്മൾ പല വാർത്തകളും നമ്മൾ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, ഓരോരോ കൊലപാതകങ്ങളും എല്ലാം. അപ്പം ഈ ഒരു വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചിരുത്തുന്ന തക്കത്തിലുള്ള, അതായത് നമ്മൾ പോലും ചിന്തിച്ചുപെടാൻ പറ്റത്തില്ലാത്ത തലത്തില് നമ്മളെക്കാളും ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു കേസിന്റെ പിന്നിലുള്ളത്. കാരണം എല്ലാവരും സിനിമാ ലോകവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഇതിനകത്ത് ഓരോരോ കഥാപാത്രങ്ങളും, ദിലീപ് ആണെങ്കിലും അതിജീവിതയാണെങ്കിലും അവരൊക്കെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നടന്മാരാണ്. അവർ ജീവിക്കണോ അഭിനയിക്കണോ നമുക്ക് തന്നെ അറിയത്തില്ല. അതുപോലെ തന്നെ ഈ കഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് സംവിധായകൻ ലാലിനെ കുറിച്ച് പറയാനാണെങ്കിലും ലാലിന്റെ തലയിൽ നിന്ന് ഉദിച്ചിട്ടുള്ള അനേകം ചിത്രങ്ങളുണ്ട് നമുക്ക് സമ്മാനിച്ചത്. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജനങ്ങളെ ഇവർ മണ്ടരാക്കുവാണോ, അത് നമ്മൾ വേറെ നമുക്ക് എല്ലാവരും കൂടെ വട്ടായതാണെന്ന് തോന്നും. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറെ നാളായി ഇതിന്റെ ജഡ്ജ്മെന്റ് കാര്യങ്ങളൊക്കെ വായിക്കുന്നു. പിന്നെ പ്ലസ് ജഡ്ജ്മെന്റ് മാത്രമല്ല വായിച്ച് വിലയിരുത്തുന്നത്, പിന്നെ ഞാൻ കുത്തിയിരുന്നിട്ട് അത്രയും വർഷങ്ങൾക്ക് പുറകോട്ട് പോയിട്ട് ഇവർ ഓരോരുത്തർ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ഇട്ട് ചെടഞ്ഞ് മറിഞ്ഞ് നമുക്ക് തന്നെ ഒരു കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ ഏതാണ്ട് ഒരു മന്ദഗതിയിലാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്, ഇതിനകത്ത് എനിക്ക് അന്നേരത്തേക്ക് എല്ലാം ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ദിലീപിനകത്ത് കുറ്റക്കാരനല്ല എന്ന് കോടതി തെളിവോടെ പറഞ്ഞ സ്ഥിതിക്ക്, കാരണം ജഡ്ജ്മെന്റ് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ പറയും ദിലീപ് കുറ്റക്കാരനല്ല. അപ്പം വേറെ ആരെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരാളെ ചൂണ്ടിക്കാണിക്കാനൊന്നും പറ്റത്തില്ല. എന്റെ ഒരു അസംഷൻ വെച്ചിട്ട് ലാലിലോട്ടൊന്ന് നീങ്ങുന്നുണ്ട്. ലാൽ കുറ്റക്കാരനാണെന്ന് പറയുന്നില്ല. ലാലിന്റെ മകൻ ഈ കേസിൽ പലയിടത്തും പ്രസൻസിലായിട്ട് വരുന്നുണ്ട്. ഈ കേസിന്റെ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ ഈ വോയിസ് കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ലാസ്റ്റ് ക്രിയേഷനിൽ പോയി ഈ വോയിസ് റെക്കോർഡ് എൻഹാൻസ് ചെയ്തു എന്നുള്ള പരാമർശമൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും പോലീസ് അന്വേഷിച്ചില്ല. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസം ന്യൂസ് ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർമാരുടെ ഇടയിലൊക്കെ കടന്നു ഓടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതായത് ഹണിബി 2 സംബന്ധിച്ച്. ഹണിബി 2 എന്നുള്ള സിനിമ നടക്കുമ്പോൾ തന്നെയാണ് ഏകദേശം ഈ ഒരു പ്രശ്നവും നടക്കുന്നത്. ആ ഹണിബി 2 സിനിമ ചിത്രീകരണത്തിനിടയിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി. അപ്പം അതിൽ വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അന്ന് വന്ന ഒരു ന്യൂസ് ആണ്. അതിന്നും ഒരു സെൻസേഷൻ രീതിയിലോട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് ഹണീബി 2 അഭിനയിക്കാൻ വന്ന ഒരു സ്ത്രീയോട് ലാലിന്റെ മകൻ ജീൻ പോൾ ലാല ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നുള്ള ഒരു പരാമർശം അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഈ നടി തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും പിന്നീട് ആ പരാതി ഒതുക്കി തീർത്തു, കോടതിയിൽ ഒതുക്കി തീർത്തു എന്നുള്ള ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അന്ന് നമ്മൾ വാർത്ത കേട്ട സമയത്ത് അന്ന് അവിടെ ഒരു സ്ട്രൈക്ക് ചെയ്ത പേരാണ് അനൂപ് എന്നുള്ള പേര് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെച്ച് പിന്നീട് നമ്മള് അതിജീവിതയ്ക്ക് വണ്ടി വിട്ട ആളുണ്ടല്ലോ, അതും സെയിം ഈ അനൂപ് തന്നെയായിരുന്നു. അപ്പൊ ഇതെല്ലാം ലാൽ ക്രിയേഷനിൽ നിന്നാണ് പോയേക്കുന്നത്. അപ്പൊ ലാൽ പ്രൊഡക്ഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ അതിജീവിതയുടെ മൊഴി, അന്ന് നമ്മളോട് ലാല് പറഞ്ഞിരുന്നത്, അതിജീവിത ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അന്ന് എറണാകുളത്ത് കൊച്ചിയിലോട്ട് വന്നതല്ല, നടി രമ്യ നമ്പീശൻ, കൂട്ടുകാരി നടി രമ്യ നമ്പീശന്റെ വീട്ടിൽ താമസിക്കാൻ വരുന്നുണ്ട്, അങ്ങനെ ഒരു വണ്ടി അറേഞ്ച് തരുവോടാ അനൂപ എന്ന് ചോദിച്ചപ്പോൾ അനൂപ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നേരെ തലതിരിഞ്ഞാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന ദിവസം ഇതുപോലെ ഹണിബി 2 ഒരു പ്രൊമോഷൻ ഷൂട്ട് ഉണ്ട് എന്ന് വരാൻ പറ്റും, ഞങ്ങൾ വണ്ടി വിടട്ടെ എന്ന് അങ്ങോട്ടാണ് അനൂപ് ചോദിച്ചതായിട്ടാണ് അതിജീവിതത്തിനകത്ത് മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് 1 by 1 ആയിട്ട് ഒന്നും കൂടെ ഒന്ന് അരിച്ചു പെറുക്കി ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ലാല് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിന്റെ ശകലങ്ങൾ നമ്മൾ കണ്ടു നോക്കാം. ഈ ദിവസം ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം ഈ കുട്ടി ഞങ്ങളുടെ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അനൂപിനെ വിളിച്ചിരുന്നു. അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ തൃശ്ശൂരിൽ നിന്ന്
ഒന്ന് രമ്യ നമ്പീശിൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഒരു വണ്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോടാ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ് അറേഞ്ച് തരാമെന്ന്. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ഒരു പരസ്യത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ദീപക് ദേവൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒരു ബൈറ്റ് നിൻ്റെ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്, സൗണ്ട്, ഒരു പാട്ടും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ 4 ദിവസത്തോളം രമ്യ നമ്പീശിൻ്റെ വീട്ടിലുണ്ട്, അതിനിടയ്ക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ദിവസം ടൈം കിട്ടുമ്പോൾ അമ്മ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രമ്യ ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടോ ഈ പടത്തിന് വേണ്ടിയിട്ടോ അല്ല ഈ കുട്ടി അന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. അവർ വരുന്നത് ഈ രമ്യ നമ്പീശിൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുമായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് വണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിട്ടുകൊടുത്താണ്. ലാൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അതിനുശേഷം ലാല് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇന്റർവ്യൂ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജഡ്ജ്മെന്റ് വരെയെങ്കിലും ഇവരൊന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അപ്പം അന്ന് PT തോമസ് വന്നിട്ട് എന്താണ്, ഇവര് അടുത്തുള്ള തൃപ്പൂണിത്തറ സ്റ്റേഷനുണ്ട്, അവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തില്ല. പകരം എവിടെയാണ്, ലോക്നാഥ് ബെഹ്റയ്ക്ക് നേരിട്ട് DGPക്ക് നേരിട്ടാണ് ഇവർ കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ ഇതിന് മുമ്പ് ഹണീബി 2 ആ ലൊക്കേഷനിൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു നടിയുടെ പേയ്മെന്റ് സംബന്ധിച്ച് ഒരു വിഷയം ഉണ്ടായിരുന്നു, ഈ ലാലിന്റെ മകനും ഈ മുമ്പത്തെ ആ നടിയും തമ്മിൽ. അപ്പം അന്ന് ഈ കേസ് പോയിരുന്നത്, ആ നടി കേസ് കൊടുത്തത് തൃപ്പൂണിത്തറ സ്റ്റേഷനാണ്. അപ്പം ഈ ഒരു ലാൽ ക്രിയേഷന് അടുത്തടുത്ത ദിവസങ്ങളായിട്ട് ഇതുപോലത്തെ ഒരു പശ്ചാത്തലം നടക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ ഇവര് കേസ് കൊടുക്കാൻ തയ്യാറായി ഇല്ല. അപ്പം നമുക്ക് ഇനി അന്ന് വന്ന ആ നടി ഉണ്ടല്ലോ, ആ നടി കൊടുത്ത കേസ് എന്നാന്ന് അന്ന് വന്ന വാർത്തയെന്ന് കണ്ടു നോക്കാം. യുവനടിയോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്ന പരാതിയിൽ സംവിധായകൻ ജീൻ പോൾ ലാലും നടൻ ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ്. ഹണീബി 2 എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലം നൽകിയില്ലെന്ന് നടി പരാതിയിൽ പറയുന്നു. പരാതി സിനിമ പ്രവർത്തകർക്കെതിരായ നിലവിലെ പൊതുവികാരം മുതലെടുക്കാനാണ് എന്നാണ് ജീൻ പോളിന്റെ പിതാവും ചിത്രത്തിന്റെ നിർമ്മാതാവുമായ ലാലിന്റെ പ്രതികരണം. ജീൻ പോൾ ലാലിന് പുറമെ നടൻ ശ്രീനാഥ് ഭാസി, സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരായ അനൂപ്, അനിരുദ്ധ് എന്നിവർക്കെതിരെയാണ് കേസ്. ജീൻ പോൾ സംവിധാനം ചെയ്ത ഹണീബി 2 അഭിനയിച്ചതിന് അപ്പം അന്ന് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടിക്ക് ശരിയായ രീതിയിലുള്ള പേയ്മെന്റ് കൊടുത്തില്ല. പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അശ്ലീല ചുവയോടെ സംസാരിച്ചു. നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെയും കേസുണ്ട്. പ്ലസ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇവരുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അനൂപിന്റെ പേരും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ശരിക്കും കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ സ്ത്രീയെ അഭിനയിപ്പിക്കാൻ വിളിച്ചത് ഇവരുടെ മുഖം കാണിച്ചിട്ടുള്ള അഭിനയമല്ല, എന്തെങ്കിലും മോശമായിട്ടുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ഡ്യൂപ്പിനെ വെച്ച് അഭിനയിക്കുകയും പിന്നെ നമുക്ക് ആരെയാണോ മെയിൻ ആയിട്ട് നിൽക്കുന്ന നടിമാരെ ഇന്നും ഇത്തരം സീനുകൾ അഭിനയിക്കില്ല, പിന്നെ അവരെയാണ് തോന്നിക്കുന്ന തരത്തിൽ ഈ വിഷ്വൽസ് അങ്ങോട്ട് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പരാമർശം വരുന്നുണ്ട്. പിന്നീട് കേസ് ഒതുക്കി തീർത്തു. പിന്നീട് നമ്മൾ ഈ പേരുകൾ കേൾക്കുന്നത്, നടി ആക്രമിക്കപ്പെട്ട ശേഷം ഈ മൊഴിയുണ്ടല്ലോ, അതായത് ആദ്യമേ ഈ ലാല് പറയുന്നുണ്ട്, അവള് വണ്ടി വിട്ട് ചോദിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ രമ്യ നമ്പീശൻ കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയോടെ ഒരു വണ്ടി ഒപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ ഇതിനകത്ത് അതിജീവിത ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അന്ന് എന്താണ് സംഭവിച്ചത്. അതായത് ഇന്ന ഡേറ്റിൽ 17-ാം തീയതി 19-ാം തീയതി ഷൂട്ടിംഗ് ഉണ്ട്, ഇന്നടുത്ത് ഹണീബി 2 പ്രൊമോഷൻ ഷൂട്ട് ഉണ്ട് എന്ന് അനൂപ് എന്നോട് പറയുന്നു. അപ്പോൾ അതിപ്രകാരമായിട്ട് ആ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പ്ലസ് കൂടെ രമ്യ നമ്പീശിന്റെ വീട്ടിൽ 2 ദിവസം താമസിക്കുകയും ചെയ്യാം എന്നാണ് ഉദ്ദേശമെന്ന് നടി ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആദ്യമേ എന്താണ്, അനൂപാണ് അങ്ങോട്ട് നടിയോട് ആവശ്യപ്പെട്ടത്, പ്രൊഡക്ഷൻ കൺട്രോൾ അനൂപാണ് ആവശ്യപ്പെട്ടത്, ഇന്ന ദിവസം ഹണീബി 2 എന്താണ് പ്രൊമോഷൻ ഷൂട്ട് ഉണ്ട്. എന്നാൽ ലാൽ ഇവിടെ എന്താണ് പറഞ്ഞു വെച്ചത്, ഇതുപോലെ വണ്ടി ചോദിച്ച സമയത്ത്, എടി നിനക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഫ്രീ ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾക്കൊന്ന് സമയം സ്പെൻഡ് ചെയ്യണം, അതും കൂടി ഒന്ന് ഈ കൂടെ വരുന്ന വഴിക്ക് അതും കൂടി ഒന്ന് ചെയ്ത് തരുമോ എന്നാണ് ഇവിടെ ലാൽ പറഞ്ഞു വെക്കുന്നത്. എന്താ വെച്ചാൽ ഞങ്ങളുടെ ഒരു ഷൂട്ടിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല നടി ഇവിടെ വരുന്നത് എന്ന് പറയുന്നുണ്ട്. പ്ലസ് ഇപ്പം ലാലിന്റെ എന്താണ് ഇൻസ്റ്റാഗ്രാം പേജിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ലാലും ഈ നടിയും അത്ര സ്റ്റേബിൾ അല്ല, അത്ര നല്ല കമ്പനി അല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ വിയോഗത്തോട് തുടർന്ന് എല്ലാ നടന്മാരും അവിടെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോഹൻലാൽ അല്ല, നമ്മുടെ ദിലീപിന് ലാല് കൈ കൊടുക്കുന്നതൊക്കെ കണ്ടപ്പം അത് കുറെ ഒരു പരാമർശങ്ങളിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ തന്നെ ഒരു കമ്പനി ഉള്ളതാണ്, DLS എന്ന് പറഞ്ഞ കമ്പനി. ഞാൻ നേരത്തെ എന്റെ വീഡിയോയിലോട്ട് ഈ കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് പാലാരിവട്ടം, എറണാകുളം പാലാരിവട്ടത്താണ് ഈ ഒരു കമ്പനി ഇവർ ഫോം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. സ്റ്റിൽ അതിന്റെ 2016 ഒക്ടോബർ 12-ാം തീയതി 2006 ഒക്ടോബർ 12-ാം തീയതിയാണ് ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. എറണാകുളം കൊച്ചിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, പാലാരിവട്ടത്താണ്. പക്ഷേ 2017 ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2017 ശേഷം ഇതിന്റെ പ്രോപ്പർ ആയിട്ട് ഈ കമ്പനി നിൽക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും കമ്പനി അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇതിന്റെ ബാലൻസ് ഷീറ്റോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒരു MSME കമ്പനി ആയിട്ട് ഇതിങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. 2019 വർഷമായിട്ട് ഈ കമ്പനി ഉണ്ട്. അപ്പൊ ഈ കമ്പനി എന്തിന് കൂടി, അപ്പൊ ഇത് DLS എന്ന് പറഞ്ഞ ഇതാണ്. നാൻസി 3 പേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്. നാൻസി ലാല്, ഗോപാലകൃഷ്ണൻ, പിന്നെ
അതുപോലെ തന്നെ രാധിക സുരേഷ്. അപ്പൊ ഈ രാധിക സുരേഷ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഇനി സുരേഷ് ഗോപിയുടെ വൈഫാണോ എന്നറിയത്തില്ല. അപ്പം ഇതൊരു അങ്ങനെ ഒരു കമ്പനിയുടെ പുറമില്ല, അവർ ഇതുപോലെ എത്ര കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെയുള്ള കമ്പനികൾ ഫോം ചെയ്തിടുന്നതെന്നും പോലീസ് തെളിയിക്കാനോ അതിന്റെ പുറകെ നടക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ഈ ലാൽ പറയുന്നതിനകത്ത് കുറെ അധികം കള്ളത്തരവും വൈരുദ്ധ്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ നടി പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ലാൽ പല ഇന്റർവ്യൂകളിലും കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലാൽ പറയുന്നത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല നടി വന്നത്, പക്ഷെ നടി പറയുന്നത് ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ കൊച്ചിയിൽ വന്നത്. അപ്പൊ ഇത് ലാൽ ക്രിയേഷനിൽ നിന്ന് പോയ വണ്ടി ഞാൻ പലതവണ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ആക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിജീവിതയുടെ വക്കീൽ തന്നെ കുറെ കാര്യങ്ങൾ ഇന്റർവ്യൂവിൽ അവർ കുറെ അധികം പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ലാലും ലാലിന്റെ മകനും കൂടി പ്ലാൻ ചെയ്ത വേറൊരു കഥയാണ് അയാൾ അതിനകത്ത് അവതരിപ്പിക്കുന്നത്. വേറൊരു കാര്യം അറിയോ, ഈ ലാലിന്റെ സ്റ്റുഡിയോയിലെ ഓണർ ആരാന്ന് അറിയാമോ? അപ്പോയിന്റ് ചെയ്തതല്ലേ ദിലീപും അല്ല ഈ പൾസർ സുനി മാർട്ടിനും. ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരെന്നല്ലേ നിങ്ങൾക്ക് അറിയണത്. അതിലെ പങ്കാളി ആരാണെന്ന് അറിയാമോ? പാർട്ട്ണർ ദിലീപ. മനസ്സിലായില്ലേ? അവരപ്പോയിന്റ് ചെയ്തായിരുന്നു. ഇതൊന്നും കോടതിക്ക് വിഷയമേ അന്വേഷിച്ചിട്ടില്ല. ഇവരുണ്ടാക്കിയ ഈ കഥ ഇതിൽ ഇവര് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ആ പയ്യനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാലിന്റെ മകനും. അതിനകത്ത് അതിജീവിതയുടെ വക്കീൽ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു മാർട്ടിൻ പറഞ്ഞുണ്ടാക്കിയ കഥയെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ മാർട്ടിൻ പറഞ്ഞുണ്ടാക്കിയ കഥ എന്താണ്? ലാലിന്റെ മകൻ ജീൻ പോൾ ലാലിനെ കൊടുക്കാനുണ്ടാക്കിയ ഒരു കെട്ടിച്ചമച്ച കഥയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം ഈ മാർട്ടിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും കോടതി മുമ്പാകെ അവൻ പറഞ്ഞിട്ടില്ല, പോലീസിന്റെ മുമ്പാകെ പറഞ്ഞില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയ വന്ന കാര്യങ്ങൾ മാത്രമേ സോഷ്യൽ മീഡിയ മാത്രമാണ് മാർട്ടിൻ വന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പൾസർ സുനിയുടെ കാര്യം, പൾസർ സുനി പല കാര്യങ്ങളും പോലീസിന്റെ മുന്നിലും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ പ്രോസിക്യൂഷന്റെ മുന്നിൽ കോടതിയുടെ മുൻപാകെ ഒരു കാര്യം പറഞ്ഞില്ല. പക്ഷെ അത് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് അത്ര നന്നായിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പിന്നെ എന്താണ് അതേ സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെ അതാണ് മാർട്ടിനും കാണിച്ചിട്ടുള്ളത്. കോടതിയുടെ മുന്നിലും ഇയാൾ കഴിഞ്ഞ ദിവസം കടന്നോടിയ ആ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ആ വീഡിയോ, അത് കോടതിയുടെ മുൻപാകെ പറഞ്ഞില്ല, പോലീസിന്റെ മുൻപാകെ പറഞ്ഞില്ല. പോലീസിനകത്ത് ഒരുപാട് കളിച്ചിട്ടുണ്ട്, ഒരുപാട്. പോലീസിന് എന്ന് പറഞ്ഞാൽ ആരെ രക്ഷിക്കാൻ വേണ്ടി ആരെ പെടുത്താൻ വേണ്ടി എന്നുള്ള രണ്ട് ചോദ്യങ്ങളുള്ളൂ. കാരണം നമ്മുടെ തന്നെ വീഡിയോ എടുത്ത് നോക്കിയിട്ട് കംപ്ലീറ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ബൈജു പൗലോസ് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി കേസ് അന്വേഷിച്ചു, എന്തിനു വേണ്ടി കേസ് അന്വേഷിച്ചു, അത്ര ലാഭത്തോടെ എന്തിനാണ് കേസ് അന്വേഷിച്ചത്? അപ്പം ഇവിടെ എനിക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് ഇങ്ങനെ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്റെ ഒരു ഇപ്പോൾ പറയുന്ന ഞാൻ ഒരു ഉറച്ച തീരുമാനം എന്താണ് പറഞ്ഞു വെച്ചെങ്കിൽ, ലാൽ ക്രിയേഷനോട്ട് ഇത് എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലാലിന്റെ മകൻ ജീൻ പോൾ ലാലിന്റെ ഹിസ്റ്ററി അത് പരിശോധിച്ച് തന്നെ കുറച്ചധികം കേസുകളും കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് കിട്ടും. അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ദിലീപിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാവ്യമാധവനുമായിട്ടുള്ള ഒരു ഗോസിപ്പും ബന്ധവും അല്ലാണ്ട് മറ്റു മോശം അനുഭവങ്ങളൊന്നും ഇന്നുവരെ ഒരു നടിമാരും ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പൾസർ സുനി ലഹരി സംഭവം ആ സെറ്റപ്പ് ഈ ഹണിബി 2 സമയത്തും നടത്തിയിട്ടുണ്ടായിരുന്നു, അത് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ഒന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയെ കൂടെ കൂട്ടി പിന്നീട് എന്തുകൊണ്ട് പറഞ്ഞു വിട്ടില്ല എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇയാളെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. അതായത് മുകേഷിന്റെ പ്രീവിയസ് ഡ്രൈവർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മുകേഷിന് എന്താണ് ഇയാളെ കുറിച്ചൊന്നും അറിവില്ല. അതൊക്കെ വളരെ പച്ചക്കള്ളമാണ്. എല്ലാവർക്കും ഈ പൾസർ സുനിയെ നന്നായിട്ട് അറിയാം. ഈ പൾസർ സുനിയുടെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണ് നന്നായിട്ട് നയിച്ചു പിടിക്കുക നന്നായിട്ട് അറിയാൻ തന്നെ ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫൗണ്ടേഷൻ, ഈ കേസിന്റെ ഫൗണ്ടേഷനെ പാളിപ്പോയതാണ്. അതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ വീഡിയോ വളരെയധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു കേസും കാര്യങ്ങളും ചർച്ചകളൊക്കെ വന്നപ്പോൾ അതും കൂടെ നിങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം എന്റെ ഈ ജേർണിയിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, ഹൈപ്പ് എന്നിവ കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതോടൊപ്പം നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ ചിരഞ്ജിക്കുക. ബൈ.